നമസ്കാരം. വിജ്ഞാനകലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സർക്കാരാണ്. കാര്യങ്ങൾ നടപ്പാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും എല്ലാ രാജ്യങ്ങൾക്കും ഒരു സർക്കാരിനെ ആവശ്യമുണ്ട്. റോഡുകൾ എവിടെ പണിയണം, എവിടെ സ്കൂളുകൾ വരണം, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണം എന്നിങ്ങനെ പലതും. സാമൂഹ്യ വിഷയങ്ങളിലെല്ലാം സർക്കാർ തീരുമാനമെടുക്കും. വെള്ളപ്പൊക്കം ബാധിച്ച ഗുജറാത്തിന് 500 കോടിയുടെ ധനസഹായം പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങളും സർക്കാർ നടത്തുന്നു. റെയിൽവേ, വൈദ്യുതി, തപാൽ എന്നിവ അതിന് ഉദാഹരണമാണ്. രാജ്യത്തിൻ്റെ അതിർത്തികളിൽ അവ സംരക്ഷിക്കേണ്ടതും മറ്റും രാജ്യങ്ങളുമായി നല്ല നയതന്ത്ര ബന്ധം പുലർത്തേണ്ടതുമെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ജനങ്ങളുടെ ആരോഗ്യവും അവർക്കുള്ള ഭക്ഷണവുമെല്ലാം ഗവൺമെൻറ് മേൽനോട്ടം വഹിക്കണം. പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചവരുടെ പുനരധിവാസവും അവർക്കുള്ള സഹായവുമെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. കോടതികൾ സർക്കാരിൻ്റെ ഒരു ഭാഗമാണ്. എന്തിനാണ് ഒരു സർക്കാർ? മനുഷ്യർ ഒന്നിച്ചു താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ പൊതുവായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഒരു സംഘടന ആവശ്യമാണ്. എല്ലാവർക്കും ഒരുപോലെ ബാധകമായ നിയമങ്ങൾ ഉണ്ടാക്കണം. നേതൃത്വം നിർവഹിച്ചും തീരുമാനങ്ങളെടുത്തും അവ നടപ്പിലാക്കിയുമെല്ലാം ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നു. സർക്കാർ തലങ്ങൾ. സർക്കാർ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ഇന്ത്യയിൽ 125 കോടി ജനങ്ങളുടെ കാര്യം സർക്കാർ നോക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ സർക്കാർ പല തലങ്ങളിലായാണ് പ്രവർത്തിക്കുന്നത്. തദ്ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ. തദ്ദേശീയ തലമെന്നാൽ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, നഗരം എന്നിവയൊക്കെ. കൊച്ചി നഗരസഭ എന്നത് അതിന് ഒരു ഉദാഹരണമാണ്. സംസ്ഥാന തലമെന്നാൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന ഭരണമാണ്. ഉദാഹരണത്തിന് കേരള സർക്കാർ. ഒരു രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു സർക്കാരാണ് ദേശീയതല സർക്കാർ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ഭാരത സർക്കാർ, അതിന് ഒരു ഉദാഹരണമാണ്. സർക്കാരും നിയമങ്ങളും. സർക്കാർ നിയമം ഉണ്ടാക്കുകയും ആ രാജ്യത്ത് വസിക്കുന്ന ആളുകൾ ആ നിയമം അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരുമാണ്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളതുപോലെ തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനും സർക്കാരിന് അധികാരമുണ്ട്. മദ്യപിച്ചു വണ്ടി ഓടിക്കരുതെന്ന നിയമം നിലനിൽക്കെ മദ്യപിച്ചു വണ്ടി ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ അയാളെ ശിക്ഷിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. നിയമങ്ങൾ ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ അധികാരത്തിന് യാതൊരു പ്രയോജനവുമില്ലാതെ പോകും. സർക്കാരിന് ഈ അധികാരം ഒക്കെ നൽകുന്നത് ആരാണ്? ഏതു തരം സർക്കാരാണ് അധികാരത്തിൽ എന്നത് അനുസരിച്ചാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ജനാധിപത്യ സർക്കാരും രാജാധിപത്യ സർക്കാരുമുണ്ട്. ജനാധിപത്യ സർക്കാരിൽ ജനങ്ങൾ അധികാരം നൽകുന്നു. രാജാധിപത്യ സർക്കാരിൽ രാജാവിനോ രാജ്ഞിക്കോ ആണ് അധികാരം. ജനാധിപത്യ സർക്കാരിനെ തിരഞ്ഞെടുപ്പിലൂടെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. രാജാധിപത്യ സർക്കാരിൻ്റെ അവസാന തീരുമാനം രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ ആയിരിക്കും. ജനാധിപത്യ സർക്കാരിൻ്റെ പ്രവൃത്തികളും തീരുമാനങ്ങളും ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. രാജാധിപത്യ സർക്കാരിന് ജനങ്ങളോട് യാതൊരുവിധ വിശദീകരണവും നൽകേണ്ട ആവശ്യമില്ല. നീണ്ട കാലത്തെ സമരങ്ങൾക്കും ത്യാഗങ്ങൾക്കുമൊടുവിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ജനാധിപത്യത്തിനു വേണ്ടി സമരപരമ്പരകൾ അരങ്ങേറി. ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ മുഖ്യ ആകർഷണം. ജനാധിപത്യ വ്യവസ്ഥ എന്നാൽ ജനങ്ങളുടെ ഭരണമാണ്. നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുക വഴി അവരെ തന്നെ ഭരിക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ആശയം. ഇപ്പോഴുള്ള നമ്മുടെ ജനാധിപത്യ സർക്കാരിനെ പ്രതിനിധി ജനാധിപത്യ സർക്കാർ അഥവാ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസീസ് എന്നാണ് വിളിക്കുന്നത്. ഇതെന്തെന്നാൽ നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കില്ല. പകരം അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴിയാണ് ജനങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നത്. ഈ പ്രതിനിധികൾ മുഴുവൻ ജനസമൂഹത്തിന് വേണ്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സാർവത്രിക പൗരാവകാശം അഥവാ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നടപ്പാക്കാത്ത സർക്കാരുകളൊന്നും തന്നെ ജനാധിപത്യ സർക്കാരുകളല്ല. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ രാജ്യത്തെ പ്രായപൂർത്തിയായ ഓരോ പൗരനും വോട്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം എന്നതാണ്. ഇതൊക്കെ ശരി തന്നെ.
എന്നാൽ ഒരു കാലത്ത് ദരിദ്രർക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ഇല്ലായിരുന്ന കാലമുണ്ടായിരുന്നു. വിദ്യാഭ്യാസമുള്ളവനും ഭൂമിയുള്ളവനുമായ പുരുഷനു മാത്രമേ സർക്കാർ വോട്ടവകാശം നൽകിയിരുന്നുള്ളൂ. അങ്ങനെ ഇത്തരം പുരുഷന്മാർ നിർമ്മിക്കുന്ന നിയമങ്ങളും നിയന്ത്രണങ്ങൾക്കും അനുസരിച്ചാണ് ഭരണം നടന്നിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ ഭൂരിഭാഗം ജനങ്ങളുടെയും വിധി നിർണയിച്ചിരുന്നത് വോട്ടവകാശമുള്ള ന്യൂനപക്ഷം ആളുകളായിരുന്നു. ഇതിനെതിരെ ഗാന്ധിജിയെ പോലുള്ള നേതാക്കൾ രംഗത്തു വരികയും പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ചു. ഇതാണ് സാർവത്രിക പൗരാവകാശം അഥവാ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇനി നിങ്ങളുടെ കൂടുതൽ അറിവിലേക്ക്. ലോകത്ത് ഒരിടത്തും പൂർണ്ണ മനസ്സോടെ ഒരു സർക്കാരും അധികാരം പങ്കുവച്ചിട്ടില്ല. സർക്കാരിൽ പങ്കുചേരാൻ അമേരിക്കയിലും യൂറോപ്പിലും ഉടനീളമുള്ള ദരിദ്രർക്കും സ്ത്രീകൾക്കും പോരാടേണ്ടി വന്നു. സമ്മതിദാന അവകാശത്തിനായുള്ള പോരാട്ടം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ശക്തിയാർജിച്ചു. ഈ മുന്നേറ്റത്തെ വനിതാ വോട്ട് പ്രസ്ഥാനം അഥവാ വുമൺസ് സഫറേജ് മൂവ്മെന്റ് എന്നും അറിയപ്പെടുന്നു. യുദ്ധകാലത്ത് പുരുഷന്മാരെല്ലാം യുദ്ധമുഖത്ത് ആയതിനാൽ ജോലികൾ ചെയ്യുവാൻ വേണ്ടി സ്ത്രീകളെ നിയോഗിച്ചിരുന്നു. ഈ ജോലിയെല്ലാം ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്നായിരുന്നു അന്നത്തെ സ്ഥിരസങ്കല്പം. ഈ സ്ഥിരസങ്കല്പങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് പുരുഷന്മാരെ പോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ളവരാണ് സ്ത്രീകൾ എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ സ്ത്രീകളുടെ വോട്ടവകാശത്തിനു വേണ്ടി സമരങ്ങൾ അരങ്ങേറി. സമരക്കാരെ ജയിലിൽ അടയ്ക്കുകയുണ്ടായി. നിരാഹാര സമരങ്ങൾ പിന്നെയും അരങ്ങേറി. അവസാനം അമേരിക്കയിലെ സ്ത്രീകൾക്ക് 1920-ലും ഇംഗ്ലണ്ടിലെ സ്ത്രീകൾക്ക് 1928-ലും വോട്ടവകാശം ലഭിച്ചു. കൂടുതൽ വിഷയങ്ങളുമായി പിന്നീട് ഒരിക്കൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.